പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തിൽ കെ മുരളീധരന് ശോഭാ സുരേന്ദ്രന്റെ മറുപടി. നാളെ ബി.ജെ.പിയിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാവാണ് കെ മുരളീധരൻ. മുരളീധരന് ശക്തമായ മറുപടി പറയണമെന്നുണ്ട്. മറുപടി വേണ്ടെന്ന് വയ്ക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെയും മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് കരുതിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സ്വന്തം പിതാവിനെ പോലും തള്ളിപ്പറഞ്ഞയാളാണ് മുരളീധരനെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് വരുന്നതിൽ പ്രതികരണവുമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. കെ മുരളീധരന് പത്മജയ്ക്കെതിരെ ഒന്നും പറയാനുള്ള അർഹതയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിനെ ചതിച്ച ആളാണ് മുരളീധരൻ. 3 പാർട്ടിയുടെ പ്രസിഡന്റായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വടകരയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. ധാരാളം പേർ മോദിയിൽ ആകൃഷ്ടരായി ബി.ജെ.പിയിൽ ചേരുന്നു. കേരളത്തിലും കോൺഗ്രസ് പതനം തുടങ്ങി. ഇനി CPIM-നെ നേരിടാൻ ബി.ജെ.പി. മാത്രം. മോദി തരംഗം കേരളത്തിലും ആഞ്ഞടിക്കുകയാണ്. കൂടുതൽ പേര് ബി.ജെ.പിയിലേക്ക് വരാനുണ്ട്. അതേസമയം ED-യെ പേടിച്ചാണ് പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നവരും ബി.ജെ.പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയവരാണ്. ബി.ജെ.പിയിൽ വന്നവർക്ക് എല്ലാം അർഹമായ പരിഗണന കിട്ടിയിട്ടുണ്ട്. ആർക്കും മോഹഭംഗം ഉണ്ടായിട്ടില്ല. PC ജോർജ് വരുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? പലരും മിണ്ടാതിരിക്കുന്നത് ബി.ജെ.പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയത് കൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതിനെ വിമർശിക്കുന്ന പലരും മുൻപ് ബി.ജെ.പിയിൽ ചേരാൻ ചർച്ച നടത്തിയിട്ടുള്ളവരാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പരിഹാസം. പത്മജയുടെ ഭർത്താവിനെതിരെ ED അന്വേഷണം നടക്കുന്നതിൽ ഭയന്നാണ് അവർ ബി.ജെ.പിയിലേക്ക് പോകുന്നതെന്ന് ബിന്ദു കൃഷ്ണ ആരോപിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രന്റെ രസകരമായ മറുപടി. ED-യെ കണ്ട് ഭയന്നിട്ടാണ് പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുൻപ് ബി.ജെ.പിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ്. എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല. ഈ പറയുന്ന ആളുകളൊക്കെയായി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ പറയുന്നതാണ്. കോൺഗ്രസിനെ വഞ്ചിച്ച് ബി.ജെ.പിയിൽ പോയി എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു. കോൺഗ്രസിനെ വഞ്ചിച്ച് CPM-ന്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? 3 പാർട്ടികളുടെ പ്രസിഡന്റായിരുന്ന ഒരാൾ കേരളത്തിൽ വേറെയില്ല. ബി.ജെ.പിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്കപ്പോൾ കുഴപ്പമുണ്ടാവുകയാണ്. CPM-ലേക്ക് പോയാൽ കുഴപ്പമില്ല. അതാണ് കോൺഗ്രസ് തകരാൻ കാരണം, സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പിയിൽ പത്മജ ഉൾപ്പെടെ എല്ലാവരും ചേരുന്നത് ഉപാധികളില്ലാതെയാണ്. ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയിൽ ചേരുകയാണ്. കേരളത്തിലും നിരവധി ആളുകൾ, മുതിർന്ന കോൺഗ്രസ് നേതാവ് A.K. ആന്റണിയുടെ മകൻ തന്നെ ബി.ജെ.പിയിൽ ചേർന്നു. ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിൽ തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി.ജെ.പിയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ CPM-ന്റെയും അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി ബി.ജെ.പിയും NDA-യും മാത്രമേ അവശേഷിക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യം ആസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം. ഇത് തുടക്കം മാത്രമാണ്. ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി.ജെ.പിയിലേക്ക് വരാനുള്ളവരായതുകൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും പറയുന്നില്ല. ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് പുതിയ സംഭവ വികാസങ്ങൾ, അദ്ദേഹം പറഞ്ഞു.